അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് വെറും 3 ഐറ്റം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാനില സ്പോഞ്ച് കേക്കാണ്. അതിനായി ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഓയിൽ ഗ്രേസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് മൈദ ഒന്നിട്ട് ഫുള്ളായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ തട്ടിക്കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ആ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് ഫുള്ളായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ഒഴിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുട്ടൻ്റെ കളറ് മാറും വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് നല്ലോണം പതഞ്ഞ് വരും വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലയെന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിവിടെ മുട്ടൻ്റെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ടൻ്റെ സ്മെല്ല് വരുത്തൊന്നുമില്ല, എന്നാലും കുറച്ചും പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വാനില എസൻസ് ചേർത്തെടുത്തിട്ടുള്ളത്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുറച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒരു കളർ മാറും വരെ, അതായത് ഒരു ഓഫ് വൈറ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിതാ ഒരു അരിപ്പ് എടുത്തിട്ട് ഒന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. കട്ടൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ അരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരേ ഡയറക്ഷനിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിസ്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്പൂണിലാണ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേക്കിൻ്റെത്. ഇനി നമുക്കിത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തട്ടിക്കൊടുക്കുക. ഹെയർ ബബിൾസ് ഒന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് ഒന്ന് ഇത് പ്രീ ഹീറ്റ് ചെയ്ത ചട്ടിയിൽ ഒരു ചെറിയ പ്ലേറ്റ് വെച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി ഇത് ഒന്ന് മൂടിക്കൊടുത്ത് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇതാക്കി വെക്കാം, ബേക്ക് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ലോണം പൊങ്ങി റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തി വെച്ച് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ സെറ്റായിട്ടുണ്ടോയെന്ന്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് സൈഡിലേക്ക് ഇങ്ങനെ കത്തിയിട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെരി സോഫ്റ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.